السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസ്റുൽ അസീസ് 2018 മാർച്ച് മാസം 30 നടത്തിയ സാമ്പത്തിക ത്യാഗം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ജുമാ ഖുത്ബയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. ജമാഅത്തു സഹീഹുൽ ഇസ്ലാം വിവിധ രാജ്യങ്ങളിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെയധികം അംഗങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നില്ല എന്നത് വളരെ വളരെ ദുഃഖകരം തന്നെ. ഈ രംഗത്ത് ഒരു പുരോഗതിയും കാണുന്നില്ല. അള്ളാഹുവിൻ്റെ വഴിയിൽ ജമാഅത്തു സഹീഹുൽ ഇസ്ലാമിലെ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമാണ് സാമ്പത്തികമായി ചെലവഴിക്കുന്നത്. ഈ നൂറ്റാണ്ടിലെ ഖലീഫത്തുള്ളയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ജമാഅത്തു സഹീഹുൽ ഇസ്ലാമിൽ പ്രവേശിക്കുകയും ചെയ്തെങ്കിൽ പോലും സാമ്പത്തിക ത്യാഗത്തിൽ യഥാർത്ഥമായി പ്രയത്നം നടത്തിയിട്ടില്ല എന്നത് ഖേദകരം തന്നെ. ഈ സാഹചര്യം നിലനിൽക്കെ ഇത് സംബന്ധമായി വെളിച്ചം പകരുവാൻ ഉദ്ദേശിക്കുകയാണ് ഇന്നത്തെ ജുമാ ഖുത്ബയിലൂടെ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു തആല എല്ലാ കാര്യത്തിലും സ്വതന്ത്രനാണ്. അവന് ആരെയും ആശ്രയിക്കേണ്ടതില്ല. മറിച്ച് നാമാണ് അവനെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നാമാണ് അവനെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആയിരക്കണക്കിന് വഴികൾ അവൻ തുറന്നിട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ദൈവമാർഗത്തിൽ ചെലവഴിക്കേണ്ടതായ ആവശ്യവും വിലയും അനേകം ഇടങ്ങളിൽ ആവർത്തിച്ച് പറയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ പ്രസ്തുത കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർ ശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധരാക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു ദൈവഭക്തൻ സ്വാത്വികതയിലൂടെ മുന്നേറുവാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് ഒരു കാരണമായി തീരുന്നു. അങ്ങനെ അവൻ സംസ്കരിക്കപ്പെടുകയും മോശമായ അനേകം വഴികളിൽ നിന്നും അവൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അത്തരം മോശമായ വഴികൾ ഒരിക്കലും അവനെ മോക്ഷത്തിൽ കൊണ്ടെത്തിക്കുന്നില്ല. സാമ്പത്തിക ത്യാഗത്തിൻ്റെ തത്വചിന്ത വിശദീകരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുവിൻ. സ്വന്തം കൈകൾ കൊണ്ട് നിങ്ങളെ തന്നെ നാശത്തിലേക്കെറിയരുത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്നും പിന്മാറി നന്മ ചെയ്യുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇത് നിങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരായി തീരും.
ഈ കാര്യത്തിൽ എനിക്ക് വളരെയധികം അനുഭവജ്ഞാനമുണ്ട്. ഈ കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്നില്ലെങ്കിൽ വ്യക്തികൾക്ക് വളരെയധികം നഷ്ടങ്ങൾ പല രീതിയിലും സംഭവിക്കുന്നതാണ്. സക്കാത്ത് നൽകുന്നതിനെ ഖുർആൻ ധനത്യാഗവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനമനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ ജനതയുടെ സാമ്പത്തിക പുരോഗതി കുടികൊള്ളുന്നത് അവർ ദൈവമാർഗത്തിൽ നൽകുന്ന സംഭാവനയെ ആശ്രയിച്ചാണ്. അവരുടെ അവസ്ഥ എപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ സമുദായം ജമാഅത്ത് സഹീൽ ഇസ്ലാം പുരോഗതി നേടേണ്ടതുണ്ട്. അത് മറ്റു രാജ്യങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ കടുത്ത ദാരിദ്ര്യത്തെ അവർ നേരിടുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കുവാനും പാവപ്പെട്ട രാജ്യങ്ങളിൽ സഹായഹസ്തം നീട്ടുവാനും ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും അവരവരാൽ കഴിയുന്നത് അല്ലാഹു തആല ഒരാളോടും അവർക്ക് ഭാരമുണ്ടാക്കുന്നതോ കഴിയാത്തതോ ചെയ്യുവാൻ കൽപ്പിക്കുന്നില്ല. ഈ പാവപ്പെട്ട രാജ്യങ്ങളിലെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ അല്ലാഹു കഴിവുറ്റവനാകുന്നു. സുരക്ഷിതമായി അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ അല്ലാഹു തആല നമ്മെ സഹായിക്കട്ടെ. മറ്റിതര ലോകരാജ്യങ്ങളിലും വിശുദ്ധ ഖുർആൻ അതിൻ്റെ ബൗദ്ധികതയുടെ കരുത്തിൽ അത് നമ്മെ പഠിപ്പിക്കുന്നു. അവൻ്റെ മാർഗത്തിൽ ധനത്യാഗം ചെയ്യുന്നവർക്ക് അവരുടെ ധനത്തിൽ വമ്പിച്ച വർധനവ് നൽകുന്നതാണ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ പോലും വിശപ്പ് മൂലം വളരെ വിഷമിച്ചിട്ടുണ്ട്. അവരോ മക്കയിലെ ആദരണീയ കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. മുസ്ലിങ്ങളിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സമ്പത്തുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥ പണക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദൈവിക സന്ദേശത്തെ സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്തവരാണ്. യഥാർത്ഥ പണക്കാർ ദൈവിക പ്രവാചകന്മാർ കൊണ്ടുവന്ന ദൈവിക സന്ദേശത്തെ സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവരാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് കുടിയേറി പാർത്തതിന് ശേഷവും അവർ ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. അവർ വളരെ പ്രയാസത്തോടെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലാഹു തആല അവരുടെ ഭവനങ്ങളെ ധനം കൊണ്ട് നിറച്ചു. ചരിത്രത്തിൽ ഇത്തരം മഹത്തായ മാറ്റം മറ്റെങ്ങും കണ്ടെത്താവതല്ല. പള്ളികൾ സ്വർണം കൊണ്ട് അലങ്കരിക്കുന്നത് ഇസ്ലാമിക അധ്യാപനമല്ല. മുസ്ലിം ഭരണാധികാരികൾക്ക് ഭരണകൂടത്തിൽ ധാരാളം ധനം തങ്ങളുടെ അധീനതയിൽ വന്നപ്പോൾ സാധുക്കൾക്ക് കൊടുത്ത് കഴിഞ്ഞ ശേഷവും ധനം കുന്നുകൂടിയപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ സർവകലാശാലകളും മറ്റും നിർമ്മിക്കുകയും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള പല വഴികൾ തേടുകയും ചെയ്തു. എല്ലാ ധനവും അല്ലാഹുവിൻ്റെ കൈകളിലാണ്. അവൻ സ്വയം പര്യാപ്തനുമാകുന്നു. ആശ്രയിക്കുന്നവർ നാം മാത്രമാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ അറേബ്യയിൽ വളരെ കുറച്ച് പണക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളെയും സാമ്പത്തിക ത്യാഗം തുച്ഛമായിരുന്നു. പിന്നീട് അവർക്ക് അല്ലാഹു വളരെയധികം ധനം നൽകുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനമുള്ള പട്ടണമായി ഇറാഖിലെ ബാഗ്ദാദ് മാറി. ഇത് ഞാനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചതാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ വരിച്ചാൽ അതിനെ തുടർന്ന് ഐശ്വര്യവും വിജയവും ഉണ്ടാകുന്നതാണ്. ദൈവമാർഗത്തിൽ ധനം ചിലവഴിക്കുവാൻ മതരാഷ്ട്രങ്ങൾ പരാജയപ്പെട്ടാൽ അപ്പോൾ അവരെ ദാരിദ്ര്യം കൊണ്ട് ശിക്ഷിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ അവർ മുൻനിരയിൽ നിന്നാൽ ദൈവമാർഗത്തിൽ ഔദാര്യപൂർവം ചിലവഴിച്ചാൽ അപ്പോൾ അല്ലാഹു അവരുടെ മേൽ ധനവും ഐശ്വര്യവും ചൊരിയുന്നതാണ്. ഉദ്ദിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്ന ഈ രഹസ്യം നാം നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദേശീയ ധനത്തെ പടുത്തുയർത്തുന്നതിന് നാം ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അല്ലാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ധനം ചിലവഴിക്കുക. അങ്ങനെ നന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷവും സാഹചര്യവും സമൂഹത്തിൽ ഉണ്ടായി വരുമ്പോൾ
അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹം അവരിലേക്ക് ഇറങ്ങുകയും ആവശ്യമില്ലാത്ത നിലയിലുള്ള ധനം ചെലവഴിക്കേണ്ടി വരാതിരിക്കുകയും നന്മയായ കാര്യങ്ങൾക്കായിട്ട് ചെലവഴിച്ച് അതിൽ ഐശ്വര്യവും അനുഗ്രഹവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഈ കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും നമ്മുടെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നും ചിലവഴിക്കണമെന്നും മനസ്സിലാക്കുകയും അത് നല്ല കാര്യങ്ങൾക്കായി ചിലവഴിക്കുകയാണെങ്കിൽ അതിൽ അല്ലാഹു തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള അനുഗ്രഹങ്ങൾ ചൊരിയും. എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള വിപത്തുകൾ നമ്മളെ ബാധിച്ച് നമുക്ക് ധനനഷ്ടം വരുത്താവുന്നതാണ്. പല രീതിയിലുള്ള രോഗങ്ങളും അപകടങ്ങളും മറ്റ് പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടാകാം. ആവശ്യമില്ലാത്ത നിലയിൽ ധനം ചിലവഴിക്കുന്നതിലൂടെ നമ്മുടെ സമ്പത്ത് നശിച്ചു പോകാം. ഇത്തരത്തിലുള്ള എല്ലാ ദുർവ്യയങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ അള്ളാഹുവിൻ്റെ വഴിയിൽ അല്ലാഹു തആല നൽകിയ ധനത്തെ ചിലവഴിക്കുവാൻ ഓരോ സത്യവിശ്വാസിയും തയ്യാറാകണം. അങ്ങനെ ആ വ്യക്തിക്കും അവർ ഉൾക്കൊള്ളുന്ന കുടുംബത്തിനും അതുപോലെ സമൂഹത്തിനും സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകുന്നതിന് ഈ ധനം ചെലവഴിക്കൽ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഇത് സംബന്ധമായി ചിന്തിക്കുവാനും നമുക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണെങ്കിലും അതിൽ നിന്നും ദൈവവഴിയിൽ ചിലവഴിച്ച് നമ്മുടെ ധനത്തിന് വർധനവുണ്ടാക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്ക് അവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് ഹസ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.